ഹായ് കൂട്ടുകാരെ, JSQ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ കണക്കിന്റെ ഒന്നാം പാഠമായ ഈക്വൽ ട്രയാങ്കിൾസിന്റെ പാർട്ട് 4 ആണ് കാണുന്നത്. ഇതും നമ്മൾ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പാർട്ട് 1, 2, 3 കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ പാർട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. പേജ് നമ്പർ 15 തൊട്ട് 16 ഇംഗ്ലീഷ് ബുക്കിൽ 17 ഉണ്ട്. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിന് ഫസ്റ്റ് ട്രയാങ്കിളും ഇതിന് സെക്കൻഡ് ട്രയാങ്കിളും ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് നോക്കിയേ, AC എന്ന സൈഡ് 7 സെൻറ്റിമീറ്റർ, AB എന്ന സൈഡ് 3 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ RQ എന്ന സൈഡ് 3 സെൻറ്റിമീറ്റർ, PQ എന്ന സൈഡ് 7 സെൻറ്റിമീറ്റർ. ഈ രണ്ട് സൈഡിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ 40 ഡിഗ്രി, അതായത് Q ആംഗിൾ 40 ഡിഗ്രി. ഈ രണ്ട് സൈഡിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ 40 ഡിഗ്രി, ആംഗിൾ A. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പഠിച്ചതുപോലെ SAS പ്രിൻസിപ്പിളാണ്, സൈഡ് ആംഗിൾ സൈഡ്, ആ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പം രണ്ടെണ്ണത്തിൻ്റെയും രണ്ട് ട്രയാങ്കിളുടെയും ഒരേപോലെയുള്ള ഒരു പ്രിൻസിപ്പിൾ, ആ തിയറി വന്നു കഴിഞ്ഞാൽ, അതായത് SAS അപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ മൂന്നാമത്തെ സൈഡ്, അതായത് CB = RP ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടെണ്ണത്തിൻ്റെയും സൈഡുകളെല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിളുകളെല്ലാം ഈക്വൽ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിളുടെയും ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് എഴുതണം. നമുക്ക് ആദ്യം എഴുതാം ആംഗിൾ A = ആംഗിൾ Q = 40 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? എന്നിട്ട് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ B എങ്ങനെ കണ്ടെത്തും? ഈ 7 സെൻറ്റിമീറ്ററിൻ്റെ, അതായത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ആ സൈഡ്. അപ്പം 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നോക്കണം. 7 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ R. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അത് തന്നെയാണ് പഠിച്ചത്. അപ്പം ആംഗിൾ B = ആംഗിൾ R നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാനില്ല. ആംഗിൾ C = ആംഗിൾ P. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കണ്ടെത്താം. നമുക്ക് 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, 4 സെൻറ്റിമീറ്റർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ M. ആംഗിൾ M = 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ Y. ഇതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ എഴുതാം. ആംഗിൾ L = ഇവിടെ കൊടുത്തിട്ടുണ്ട് 50, ആംഗിൾ C. അടുത്തത് ഇവിടെ ആംഗിൾ N = ആംഗിൾ X. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചിത്രത്തിൽ ACBE ഇവ സമാന്തര വരകളാണ്. അതിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിന് താഴെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കണം. BCDE എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ട്? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ BCDE എന്നീ വരകൾ സമാന്തരമാണോ, എന്തുകൊണ്ട്? അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇൻ ദ ഫിഗർ ബിലോ AC ആൻഡ് BE ആർ പാരലൽ ലൈൻസ്. 2 പാരലൽ ലൈൻസ് ഉണ്ട് ഒരു ഫിഗറിനകത്ത്. അതിൻ്റെ പേര് ACBE എന്നാണ്. പിന്നെ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആർ ദ ലെൻസ് ഓഫ് BC ആൻഡ് DE ഈക്വൽ Y. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആർ BC ആൻഡ് DE പാരലൽ Y. ഇതിനകത്ത് ഇങ്ങനെയാണ് ഫിഗർ. 2 ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറയുന്ന ട്രയാങ്കിളും BDE എന്ന് പറയുന്ന ട്രയാങ്കിളും. ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. AC തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ, BE തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ AB തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ, BD തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അതൊരു സ്ട്രെയിറ്റ് ലൈനും ആണെന്ന് ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് BCDE, അതായത് BCDE ഒരേ നീളമാണോ, അതായത് സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം അറിയാം. നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിൽ പഠിച്ചതുപോലെ SAS പ്രിൻസിപ്പിൾ അനുസരിച്ച് രണ്ട് സൈഡും ഒരു ആംഗിളും തന്നിരുന്നെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ആംഗിൾ വേണം, ആംഗിൾ CAB വേണം, EBC വേണം. നമുക്കൊന്ന് 7th സ്റ്റാൻഡേർഡിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകാം. അപ്പം നമുക്ക് ത്രികോണമിതി ആ പാഠത്തിനകത്ത്, അല്ല പാരലൽ ലൈൻസ് എന്ന് പറയുന്ന പാഠത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സമാന്തര വരകൾ.
ഓക്കെ, ആ സമാന്തര വരകളെ വേറൊരു വര മുറിച്ചു കടന്നാൽ അതിന് അനുബന്ധ കോണ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ മുറിച്ചു കടന്നാൽ, ഇങ്ങനെ ഒരു മുറിച്ചു കടന്നാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു തിയറിയാണ് വെക്കേണ്ടത്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പം നമുക്ക് എഴുതാം കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ആംഗിളും കിട്ടി, രണ്ട് സൈഡും കിട്ടി നമുക്ക്. അപ്പം നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലൈന് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെയർഫോർ ബി സി ഇസ് ഈക്വൽ ടു ഡി ഇ. ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കാം SAS പ്രിൻസിപ്പിൾ. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചേക്കുന്നത് BC DE ഇവ പാരലൽ ആണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പാരലൽ ആകണമെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, ഈ ഒരു ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ലൈൻ പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ ഈ പഠിച്ചത് തന്നെ. ഇപ്പം നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആയിരുന്നു, അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട്, ഈ ഒരു രണ്ട് ലൈൻ പാരലൽ ആയിരുന്നു, അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്തു, അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. അതുപോലെ തന്നെ ഇത് പാരലൽ ആവണമെങ്കിൽ ഈ ആംഗിൾ, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കണം. അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു രണ്ട് സൈഡ്, ഈ രണ്ട് ട്രയാങ്കിളുടെയും നമുക്കിപ്പം ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിളിന്റെയും സെക്കൻഡ് ട്രയാങ്കിളിന്റെയും സൈഡുകളും ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പം നമുക്കറിയാം ആ ബാക്കിയുള്ള ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ. ഓക്കെ, നമുക്ക് എഴുതാം ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ CBA ഇസ് ഈക്വൽ ടു ആംഗിൾ EDB. ഓക്കെ, എങ്ങനെയാ? നമുക്ക് SAS തന്നെ, ഇതെല്ലാം SAS-ന്റെ തന്നെയാണ് വരുന്നത്, SAS പ്രിൻസിപ്പിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ്, ദെയർഫോർ ആംഗിൾ CBA is equal to angle EDB is corresponding angles എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അപ്പോൾ ഒരു പാരലൽ ലൈൻ പോയേക്കുന്നു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും പാരലൽ ആണ്. നമുക്കൊരു ജസ്റ്റ് ഒരു ചിന്ത, നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഞാൻ ഇവിടെ ഒരു 110 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, 110 ഡിഗ്രി, ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ 110 ഡിഗ്രി മാർക്ക് ചെയ്താൽ ഈ രണ്ട് ലൈനും പാരലൽ അല്ലേ? അത് തന്നെയാണ് ഇവിടെയും, ഇതും പാരലൽ ആണ്, കറസ്പോണ്ടിങ്. ദെയർഫോർ അല്ലെങ്കിൽ ഹെൻസ് CB പാരലൽ ടു ED എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ACBD സാമാന്ത്രികമാണോ, എന്തുകൊണ്ട്? സാമാന്ത്രികം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഫസ്റ്റിൽ നിങ്ങൾ എടുത്ത് അത് കാണണം. സാമാന്ത്രികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതിനെയാണ് സാമാന്ത്രികം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന പാരലോഗ്രാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ്, ഇതിന്റെ ACBD അല്ലെങ്കിൽ DB ഓപ്പോസിറ്റ് സൈഡാണ്. അതുപോലെ തന്നെ AD CB ഓപ്പോസിറ്റ് സൈഡാണ്. ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് AC ഇസ് ഈക്വൽ ടു DB എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ആംഗിളും തന്നിട്ടുണ്ട് 35 ഡിഗ്രിയുടെ, DBAയും CABയും എന്ന് പറയുന്ന രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് 35 ഡിഗ്രി. അപ്പം നമുക്കിതൊരു രണ്ട് ട്രയാങ്കിളൊക്കെ എടുക്കാം. CAB എന്ന് പറയുന്ന ട്രയാങ്കിളും ADB എന്ന് പറയുന്ന ട്രയാങ്കിളും. ഓക്കെ, അപ്പം ആ രണ്ട് ട്രയാങ്കിളും, ട്രയാങ്കിൾ നമ്പർ 1, ട്രയാങ്കിൾ നമ്പർ 2, രണ്ട് ട്രയാങ്കിളുടെയും കോമൺ സൈഡാണ് BA. ആംഗിൾ AB ഇസ് ഈക്വൽ ടു AB.
ബ്രാക്കറ്റിൽ എഴുതാം കോമൺ സൈഡ്. ഇപ്പം നമുക്ക് എന്തൊക്കെ ഈക്വലായി കിട്ടി? രണ്ട് സൈഡും ഒരു ആംഗിളും, അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഇതൊരു സാമാന്തരികമാണോ എന്ന്. അപ്പം നമുക്ക് ആണെന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്തോ ചെയ്യണം? ഈ ഒരു സൈഡ് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പം നമുക്ക് അറിയാം SAS പ്രിൻസിപ്പിൾ വെച്ച് രണ്ട് ട്രയാങ്കിളുടെ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. CB അല്ലെങ്കിൽ therefore CB is equal to AD. ബ്രാക്കറ്റിൽ എഴുതാം SAS പ്രിൻസിപ്പിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. AB എന്ന വരയുടെ മധ്യബിന്ദു, അത് ക്ലൂ തന്നേക്കുക. AB എന്ന ബിന്ദുവിന്റെ മധ്യബിന്ദുവാണ് M. ട്രയാങ്കിൾ ABCയിലെ മറ്റ് രണ്ട് കോണുകൾ കണക്കാക്കുക. ട്രയാങ്കിൾ ABCയുടെ മറ്റ് രണ്ട് കോണുകൾ കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ഈ ഒരു ഡയഗണൽ അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ട്രയാങ്കിൾ കാണാൻ പറ്റും. അതിൻ്റെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ താഴത്തെ ബേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് M എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ മിഡ് പോയിന്റ് നമുക്ക് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ ലൈൻ ആണെന്ന് വിചാരിച്ചു ഇത്. ഓക്കെ, ഇതിൻ്റെ മിഡ് പോയിന്റ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 4, ഇവിടെ 4, രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന് നമ്മുടെ ആദ്യത്തെ ക്ലൂയിലൂടെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എഴുതാം AM is equal to BM. ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കാം മിഡ് പോയിന്റ് M എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി ഈ ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നോക്കിയേ, രണ്ട് ട്രയാങ്കിൾ, ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിളിൻ്റെയും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരുന്നുണ്ട്, ഒരു സൈഡ് വരുന്നുണ്ട്. കണ്ടോ? ഈ സൈഡ് ഇതിനും ഈക്വൽ ആയിരിക്കും, ഇതിനും ഒരേപോലെ നീളമുള്ളതായിരിക്കും. ആണല്ലോ, കോമൺ സൈഡ് നമ്മൾ പറയും. അപ്പം നമുക്ക് എഴുതാം CM is equal to CM, രണ്ട് ട്രയാങ്കിളുടെയും കോമൺ സൈഡ്. ഇനി ഇതിനകത്ത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവരൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണെന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമുക്കിത് കിട്ടി 90 ഡിഗ്രി. അപ്പം നമുക്ക് എഴുതാം ആംഗിൾ AMC is equal to 90 ഡിഗ്രി. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ, രണ്ടാമത്തെ ട്രയാങ്കിളും ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് പോകുന്നത്, സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഇപ്പുറത്തും എന്തുമായിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ആംഗിൾ BMC is equal to 90 ഡിഗ്രി. ഓക്കെ, അപ്പം നമുക്ക് ഇതും കിട്ടി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ട്രയാങ്കിൾ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് മാത്രം MCA, ആംഗിൾ MCA is equal to ഈ രണ്ട് സൈഡും കൂടെ കൂട്ടിയിട്ട് 180 നിന്ന് കുറച്ചാൽ മതി. 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. അപ്പം നമുക്ക് എന്തോ കിട്ടും? മൈനസ് 140 ഡിഗ്രി. അതായത് 180 ഡിഗ്രി മൈനസ് 140 ഡിഗ്രി എത്ര ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടി 40 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ മൊത്തം കിട്ടി. നമുക്ക് ബാക്കി ഇനി ഇതും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ രണ്ട് സൈഡ് ഇത് കോമൺ സൈഡാന്ന് പറഞ്ഞു. ഈ കോമൺ സൈഡ് രണ്ടിനും ഈക്വൽ ആണല്ലോ. ഈ കോമൺ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് 50 ഡിഗ്രി. അപ്പം ഈ ഒരു ട്രയാങ്കിളിന്, സെക്കൻഡ് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? SIS വെച്ച് നോക്കിയാൽ മതി. ഈ സൈഡും അതുപോലെ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളും, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെയാണ്. അപ്പം ഈ ഒരു CM രണ്ടിനും കോമൺ ആയതുകൊണ്ട് CMൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് 50 ഡിഗ്രി. ഇവിടെയും എന്തുമായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം ആംഗിൾ CAM is equal to 50 degree. Therefore
with common side in CBM, angle CBM is also 50 degree. SAS principle. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. ഇനി നമുക്ക് ഇത് നമുക്ക് മറ്റേതിൻ്റെ കൂട്ട് തന്നെ 40 ഡിഗ്രി എന്ന് പറയാം. 90 പ്ലസ് 50 140 ഡിഗ്രി. 180യിൽ നിന്ന് 140 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 40 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് എഴുതാം ഓരോന്ന്. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 40 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. നമുക്ക് 3 ആംഗിളുകളും കിട്ടി. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കാണുന്ന ചിത്രത്തിൽ എ ബി സി ഡി എന്നീ വശങ്ങൾ സമാന്തരമാണ്. എ ബിയുടെ മധ്യബിന്ദുവാണ് എം. ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ആൻഡ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഈ ഒരു ഫിഗറിനകത്ത് 3 ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ട്രയാങ്കിൾ എ എം ഡി, ട്രയാങ്കിൾ ബി എം സി, ട്രയാങ്കിൾ സി എം ഡി, അങ്ങനെ 3 ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഡി സി. ഡി സി ഈസിക്കൽ ടു 6 സെൻറ്റിമീറ്റർ. ഇപ്പം ഞാൻ ചോദിച്ചേ, ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് എം എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം മൊത്തം കൂടെ 12 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം ഈ ഒരു സൈഡും രണ്ടായിട്ട് മുറിച്ചു. അത് 6 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അപ്പം ഡി സി ഈസിക്കൽ ടു 6 സെൻറ്റിമീറ്റർ, ഡി സി ഈസിക്കൽ ടു എ എം ഈസിക്കൽ ടു എം ബി ഈസിക്കൽ ടു 6 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇത് മൊത്തം ഈക്വൽ ആണെന്ന് കിട്ടി. ഇനിയും ഇതിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് എടുത്തെഴുതാം. ആംഗിൾ എ ഈസിക്കൽ ടു 40 ഡിഗ്രി, ആംഗിൾ ബി ഈസിക്കൽ ടു 60 ഡിഗ്രി. നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ 2 സൈഡും ഒരു ആംഗിൾ തന്നായിരുന്നെങ്കിൽ നമുക്ക് അടുത്ത സൈഡുകൾ കണ്ടെത്താൻ പറ്റും. നമുക്കിതിൻ്റെ അകത്ത് എ എം സി ഡി എന്ന് പറയുന്ന ഒരു ഫിഗർ കണ്ടോ? ഒരു പാരലോഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഈ ഒരു ആംഗിള് 40 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആംഗിൾ എ ഈസിക്കൽ ടു ആംഗിൾ സി ഈസിക്കൽ ടു 40 ഡിഗ്രി. നമുക്ക് എഴുതാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ നോക്കിയേ, സി ബി എം ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പം ഓപ്പോസിറ്റ് ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഇത് 60 ഡിഗ്രി. അപ്പം ആംഗിൾ ബി ഇസിക്കൽ ടു ആംഗിൾ ഡി ഇസിക്കൽ ടു 60 ഡിഗ്രി. നമുക്ക് സെയിം തന്നെ എഴുതാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം. അപ്പം ഈ ഒരു ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ ഡി എം സി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 ആംഗിൾ കിട്ടി. നമുക്ക് 3ാമത്തെ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ആംഗിൾ ഡി എം സി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി. നമുക്ക് കിട്ടും 180 ഡിഗ്രി മൈനസ് 60 പ്ലസ് 40 100. അപ്പം നമുക്ക് കിട്ടും 80 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് കിട്ടി 80 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അത്രയും കിട്ടിക്കഴിയുമ്പം നമ്മൾ ചിന്തിക്കണം, ഈ ഒരു 2 ലൈൻ പാരലലാണ്. ഈ 2 ലൈനിൽ ഈ ഒരു സൈഡും രണ്ടായിട്ട് മുറിച്ചു.
അപ്പോൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എം ഇസിക്കൽ ടു 60 ഡിഗ്രി. ബ്രാക്കറ്റിൽ നമുക്ക് കൊടുക്കാം കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ആംഗിൾ ബി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ 40 ഡിഗ്രിയുടെ നമുക്ക് ഇത് ആംഗിൾ എം എന്നല്ല കൊടുക്കുന്നത്, ആംഗിൾ എ എം ഡി എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, സോറി. അടുത്തത് ആംഗിൾ ബി എം സി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആംഗിൾ ആണല്ലേ. നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങനെ വരെ പോയേക്കുന്നത് 40 ഡിഗ്രി. നമുക്ക് സെയിം തന്നെ കൊടുക്കാം, കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ആംഗിൾ എ. ഇനി നമുക്ക് കണ്ടെത്താൻ ഇവിടെ ഒരു ആംഗിളേ ഉള്ളൂ, ഇവിടെ ഒരു ആംഗിളേ ഉള്ളൂ. അപ്പം 60 + 40 100. 180യിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 80 ഡിഗ്രി. ഇവിടെ 60 + 40 100. ഇവിടെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ബി സി എം ഇസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി. അതായത് 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി 80 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ എ ഡി എം ഇസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾസ് മൊത്തം നമുക്ക് കിട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിനുവേണ്ടി ആ സംശയം തീർക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.